കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നടി സാന്ദ്ര തോമസ് പങ്കുവച്ച കുറിപ്പും അതിനെ തുടർന്നുള്ള ചർച്ചകളും കാണാനിടയായി. ഈ നാടിനിത് എന്തു പറ്റി എന്ന തലക്കെട്ടിലാണ് നടി സാന്ദ്ര തോമസ് ബന്ധുവിന്റെ മാമോദീസ കൂടാൻ പള്ളിയിൽ പോയപ്പോൾ നടന്ന അനുഭവം പങ്കുവച്ചത്. പള്ളിയിലെ അച്ഛൻ നൽകിയ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് സാന്ദ്രയുടെ കുറിപ്പ്. ആദ്യം ആ കുറിപ്പൊന്ന് കേൾക്കാം. ഇന്ന് അടുത്ത ബന്ധുവിന്റെ മാമോദീസ കൂടാൻ ഒരു പള്ളിയിൽ പോയി. അവിടെ 5-6 കുട്ടികളുടെ മാമോദീസ ഒരുമിച്ചായിരുന്നു. അവരോടും അവിടെ കൂടിയ ജനങ്ങളോടും ചില വിചിത്രമായ നിർദ്ദേശങ്ങൾ പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. കുഞ്ഞിനെ ഇനി 3 ദിവസത്തേക്ക് അന്യമതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല. ഇനി 3 ദിവസത്തേക്ക് കുളിപ്പിക്കാൻ പാടില്ല. അഥവാ കുളിപ്പിക്കണമെങ്കിൽ ഒരു പാത്രത്തിൽ ഇരുത്തി തുടച്ചെടുക്കാം. ആ വെള്ളം ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കണം. ഇനി 3 ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ ഒഴുക്കി വിടണം. വേറെ എവിടെയും വെള്ളം അശ്രദ്ധമായി ഒഴുക്കാൻ പാടില്ല. ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിക്കൊള്ളണം. ഹല്ലേലൂയ, സ്തോത്രം. സഭയും മതവും നീണാൽ വാഴട്ടെ. കേട്ടല്ലോ, ഇതാണ് ക്രിസ്ത്യാനി കൂടിയായ സാന്ദ്ര തോമസ് പങ്കുവച്ചത്. ഇത് കണ്ടപ്പോൾ മനസ്സിലായി സാന്ദ്ര ആദ്യമായിട്ടാണ് സുറിയാനി സഭയുടെ വിശുദ്ധ മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന്. സുറിയാനി സഭയുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ മുറോൻ എന്ന തൈലം അതിവിശുദ്ധമാണ്. അതുപയോഗിച്ചാണ് മാമോദീസ ശുശ്രൂഷ നടത്തുന്നത്. മാമോദീസ ചടങ്ങിൽ വിശുദ്ധ മൂറോൻ ശരീരം മുഴുവൻ ശുശ്രൂഷകൻ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഒരു വൈദികൻ ഇതിനെ പ്രസ്താവിക്കുന്നത്. ദൈവവിചാരമോ ക്രൈസ്തവ സഭാ സംവിധാനങ്ങളോ അറിയാത്ത ലക്ഷക്കണക്കിന് ജനം സഭയ്ക്ക് പുറത്തുണ്ട്. അവരോടൊക്കെ സഭാ സംബന്ധമായ കൂദാശ സംബന്ധമായും ഒക്കെ അറിവില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ 10 വട്ടം ആലോചിക്കണം. ഓർത്തഡോക്സ്, യാക്കോബായ, മലങ്കര, കത്തോലിക്ക സഭകളിൽ വിശുദ്ധ മാമോദീസ എന്ന കൂദാശ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അറിയണം. ശരീരപ്രകാരം ജനിച്ച ഒരു കുഞ്ഞ് ജന്മം കൊണ്ട് ഇത്ര ദിവസം കഴിയുമ്പോൾ സഭാവിശ്വാസ പ്രകാരം മാമോദീസ സ്വീകരിക്കുന്നു. ക്രിസ്തുവിനോടും ഭൂമിയിലെ സഭയോടും ബന്ധിതമായ ഏറ്റുപറച്ചിലും കഴുകലും ഒപ്പം വിശുദ്ധ തൈലത്താൽ അഭിഷേകവും പ്രാപിക്കുന്ന നിർമ്മല കർമ്മമാണ് വിശുദ്ധ മാമോദീസ. ഒരു സൃഷ്ടി ദൈവത്തിങ്കലേക്ക് നയിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ മൂറോൻ തൈലം തല മുതൽ പാദം വരെ പൂർണ്ണമായി ശരീരം മാസകലം കുഞ്ഞിനെ പുരോഹിതൻ പുരട്ടുകയാണ്. ഈ വിശുദ്ധ മൂറോൻ ഒഴിച്ച വെള്ളത്തിലാണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. അതിനുശേഷം മൂറോൻ തൈലത്താൽ അഭിഷേകം പ്രാപിച്ചതിനാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന ആളിന്റെ വസ്ത്രത്തിൽ പോലും സുഗന്ധപൂരിതമായ ആ കുഞ്ഞു ശരീരം സ്പർശിക്കാത്ത വിധം തോളോട് ചേർന്ന് കിടക്കുന്ന വെള്ള വസ്ത്രത്തിലേക്കാണ് ഈ കുഞ്ഞിനെ നൽകുന്നത്. ഒരു പുതിയ സൃഷ്ടി അവിടെ വീണ്ടും ജനിക്കുന്നു. പുതുതായി ജനിച്ച പുതുവിശുദ്ധിയിൽ കുഞ്ഞിന്റെ ദേഹത്ത് വിശുദ്ധ മൂറോൻ തൈലത്തിന്റെ നല്ല സുഗന്ധമാണ്. ഈ കുഞ്ഞ് ഉറപ്പായി 3 ദിവസം സ്വന്തം ഭവനത്തിനകത്ത് സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഉണ്ടാവണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ജീവിതത്തിൽ ആദ്യമായി ഈശോ മിശിഹായെ രുചിച്ചറിഞ്ഞ വിശുദ്ധ ശരീരമാണിത്. ഇരിക്കേണ്ടിടത്തെ ഇരിക്കാവൂ, കൊടുക്കേണ്ടിടത്തെ കൊടുക്കാവൂ. വിശുദ്ധ സൃഷ്ടിക്കും വിശുദ്ധ തൈലത്തിനും വിശുദ്ധ കുർബാനയ്ക്കും അന്നേ ദിവസം ആ കുഞ്ഞു ശരീരത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട കുഞ്ഞ് ക്രൈസ്തവ വിശ്വാസമില്ലാത്തവരുടെ കയ്യിലല്ല ഇരിക്കേണ്ടത്. അതിനർത്ഥം അവർ എന്തോ കുറവുള്ളവർ ആണെന്നല്ല. അവർക്ക് എന്തോ കുറവുണ്ടെന്ന് ആരും പറഞ്ഞു നടക്കുന്നുമില്ല. ഒന്നേയുള്ളൂ, ക്രിസ്തുവിന്റെ പുതു സൃഷ്ടി അഭിഷേക വിശുദ്ധിയിൽ 3 ദിവസം ദൈവാത്മാവിനാൽ സ്വസ്ഥമായി സ്വന്തം ഭവനത്തിൽ ആയിരിക്കണം. വിശുദ്ധ മാമോദീസ നടക്കുമ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് പുരട്ടുന്ന വിശുദ്ധമായ തൈലം മാമോദീസ കഴിഞ്ഞും കുഞ്ഞിന്റെ ദേഹത്ത് നിന്ന് പോകില്ല. ആ തൈലത്തിന്റെ മണവും മറ്റും പോകാൻ ദിവസങ്ങൾ എടുക്കും. ആ തൈലം വിശ്വാസിക്ക് ഏറ്റവും ആദരവേറിയതാണ്. ഒരുപക്ഷെ കുർബാനയപ്പത്തോളം വിശുദ്ധമായതാണ്. അപ്പോൾ പിന്നെ അച്ഛൻ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അടുക്കൽ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്ന 2 നിർദ്ദേശമാണ്. ഒന്ന്, കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളം ആരും ചവിട്ടാത്ത ഇടത്തൊഴിക്കണം. ആ തൈലം ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ മതി. 2, കഴിവതും മറ്റ് വിശ്വാസത്തിലുള്ളവർ കുഞ്ഞിനെ എടുക്കാതെ ശ്രദ്ധിക്കണം. കാരണം അവർ അശുദ്ധരോ കൊള്ളരുതാത്തവരോ ഒന്നൊന്നുമല്ല. കുഞ്ഞിന്റെ ദേഹത്തെ തൈലം അവരുടെ വസ്ത്രത്തിലും മറ്റും പുരളും. ആ തൈലത്തെ അതിന്റെ പ്രാധാന്യത്തോടെ കാണാത്ത അവരാൽ അതൊരു പക്ഷേ അനാദരിക്കപ്പെട്ടേക്കാം. അതും 2-3 ദിവസത്തേക്ക് മാത്രം. ഇത് ഇത്രയുള്ളൂ കാര്യം. സാന്ദ്ര തോമസ് മാമോദീസയ്ക്ക് പോയി എന്തോ അറ്റവും മുറിയും ആദ്യമായി കേട്ടു. ബാക്കി അവർ ഭാവനയിൽ പടച്ചുവിട്ടു. പ്രിയ സാന്ദ്ര തോമസേ, ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കണം. എന്താണ് ഇതിന്റെ അടിസ്ഥാനമെന്ന് ചോദിച്ചറിയണം. സമൂഹത്തിൽ ശിഥിലത ഉണ്ടാക്കരുത്. എല്ലാ മത സംവിധാനങ്ങൾക്കും അവരുടേതായ പഠിപ്പിക്കലുകളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് ആരെയും ചെറുതായി കാണാനോ വലുതായി പ്രതിഷ്ഠിക്കാനോ അല്ല. വിശ്വാസങ്ങളല്ലേ. ഈ വിശ്വാസം വേണമെങ്കിൽ ഉപേക്ഷിക്കാം. അത് നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഇതിനകത്ത് കയറി നിന്നിട്ട് മാതാപിതാക്കളെയും പിതാക്കന്മാരെയും സഭാ സംവിധാനങ്ങളെയും കൊഞ്ഞിനെ കുത്തി കാണിക്കരുത്.